ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗന്ദര്യ സംരക്ഷണത്തിൽ വില്ലനാവുന്ന ഒന്നാണ് പലപ്പോഴും മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും കുത്തുകളും. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ചർമ്മത്തിലേക്ക് പുതിയ പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ പ്രകൃതിദത്ത മാർഗങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതും. സൗന്ദര്യ സംരക്ഷണത്തിന് വില്ലനാവുന്ന ഇത്തരം അവസ്ഥകളിൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാവുന്ന ചില ഒറ്റമൂലികൾ ഉണ്ട്. ഏത് സൗന്ദര്യ പ്രതിസന്ധികൾക്കും നമുക്ക് ഇതിലൂടെ പരിഹാരം കാണാവുന്നതാണ്. സൗന്ദര്യ സംരക്ഷണത്തിന് വില്ലനാവുന്ന മുഖത്തെ പാടുകളെയും മറ്റും ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കം നൽകുന്ന നല്ല നാടൻ ഒറ്റമൂലികളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കുകയും വേണം. നിങ്ങൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ക്ഷമിക്കണം, ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിയില്ല. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. തേനും കറുവപ്പട്ടയും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വില്ലനാവുന്ന അവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് തേനും കറുവപ്പട്ടയും. ഇത് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ മികച്ചതാണ് എന്നതാണ് സത്യം. മുഖക്കുരു ഉണ്ടാക്കുന്ന ഫംഗസ് പ്രശ്നങ്ങളെയും മറ്റും ഇല്ലാതാക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. എന്നാൽ കറുവപ്പട്ടയോടും തേനിനോടുമൊപ്പം അല്പം ജാതിക്ക കൂടി ചേരുമ്പോൾ ഇതൊരു ഉഗ്രൻ ഫേസ് പാക്കായി മാറുന്നു. ഇത് മുഖത്ത് പുരട്ടി അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ്. ഇത് ചർമ്മത്തിനുണ്ടാക്കുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും ഇതിലൂടെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇനി ഇത് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ തേന്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി പറയാം. കറുവപ്പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ തേന്, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. കട്ടിയുള്ള പേസ്റ്റാക്കി മാറ്റി നമുക്കിത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. മുഖത്തെയും ചർമ്മത്തിലെയും ഏത് പാടിനെയും അകറ്റി ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ചതാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിൽ ഇനി രണ്ടാമതൊന്നും ആലോചിക്കാതെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കറ്റാർവാഴയും മഞ്ഞളും, ഇത് രണ്ടും സൗന്ദര്യ സംരക്ഷണത്തിന് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും ഒറ്റ മിനിറ്റിൽ തന്നെ നമുക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന കറ്റാർവാഴയും മഞ്ഞളും. 1 ടീസ്പൂൺ കറ്റാർവാഴയുടെ നീരും അല്പം മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ആഴ്ചയിൽ ഇതൊരു 3 തവണ ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. ഇത് ചിക്കൻ ബോക്സ് വന്ന പാടുകളെ പോലും ഇല്ലാതാക്കി ചർമ്മത്തിന് നല്ല തിളക്കവും ആരോഗ്യവും കരുത്തും നൽകുന്നു. പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും ഇതിലൂടെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. എനിക്ക് നല്ല ഒച്ചയടപ്പുണ്ട്. ഇപ്പോൾ ഉള്ള എൻ്റെ മാക്സിമം ശബ്ദത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് തേനും പാലുമാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് തേനും പാലും. ഇത് രണ്ടും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നൽകുന്ന ഗുണങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയുമുണ്ട്. പാലും തേനും ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും നല്ലൊരു മുതൽക്കൂട്ടാണ്. 1 ടേബിൾ സ്പൂൺ തേനും 1 ടേബിൾ സ്പൂൺ പാലും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക. ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഇത് നമ്മുടെ മുഖത്തെ കരിവാളി പകറ്റി ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മികച്ചു നിൽക്കുന്നവയാണ്. പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും മികച്ച ഒറ്റമൂലിയാണ് ഇത്. പിന്നെ നമുക്ക് പഴവും അവക്കാഡോയും കൂടി യൂസ് ചെയ്യാം. ആരോഗ്യത്തിന് മികച്ച കൂട്ടാണ് പഴവും അവക്കാഡോയും.
ഇത് രണ്ടും മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാവുന്നതാണ്. നല്ലതുപോലെ നമ്മുടെ മുഖം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് മുഖത്ത് പുരട്ടാവൂ. ചർമ്മം നമ്മുടെ ചർമ്മ ഗുണങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന ഒന്നാണ് പഴവും അവക്കാഡോയും. അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ പല അവസ്ഥകൾക്കും പെട്ടെന്ന് നമുക്ക് പരിഹാരം കാണുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. ഏത് കറുത്ത പാടിനെയും ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. അതുപോലെ തേനും പപ്പായയും. സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി സഹായിക്കുന്നു തേനും പപ്പായയും. തേനും പപ്പായയും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. തേനും പപ്പായയും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക. മുഖത്ത് മാത്രമല്ല, നമുക്കിത് കഴുത്തിലും പുരട്ടാവുന്നതാണ്. കഴുത്തിലെ കറുപ്പകറ്റാനും തിളക്കം വർദ്ധിപ്പിക്കാനും ഈ മിക്സ് സഹായിക്കും. 25 മിനിറ്റ് നമ്മളിത് മുഖത്ത് വെച്ചതിന് ശേഷം 25 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്താൽ മതിയാകും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആ ഒറ്റമൂലികൾ. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കളാണിവയെല്ലാം. നമ്മുടെ വീട്ടിൽ നമുക്ക് സ്ഥിരം എടുക്കാൻ കിട്ടുന്നവയും നമ്മുടെ വീട്ടിലുള്ളതുമായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകളും അതുപോലെ കൂടുതൽ വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്ത് വെക്കുക. അത് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ പോലും നല്ല ഒച്ചയില്ല. എന്നിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പോരായ്മകളുണ്ട്, തീർച്ചയായിട്ടും അറിയാം, ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ടിപ്സുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.